മേരി ക്രിസ്മസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുൽക്കൂട് ഉണ്ടാക്കുക. പുൽക്കൂടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? നമ്മൾ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയാണ്. പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ പരമാവധി കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് വരില്ലേ? അപ്പോൾ നമ്മൾ നട്ട ചെടിയാണ് ഈ കാണുന്നത്. നീ എങ്ങനെ നട്ടേന്ന് പറഞ്ഞിട്ടത്? ഇത് 2-3 ദിവസം നനച്ച് വെച്ച് കുതിർത്തി വെച്ച് ഇനി ഇതിങ്ങനെ അധികം ഇങ്ങനെ കൂട്ടിയിടത്, ഇങ്ങനെ വിതറി അവിടെ ഇവിടെ ആയിട്ടൊന്നും ഇട്ട. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ 3 ദിവസം കൊണ്ട് മുളച്ച് വരും. ഇന്ന് നട്ടാലും ക്രിസ്മസിൻ്റെ ഒന്ന് റെഡി ആയിക്കോളും. അപ്പം അത് മുളച്ച് വന്ന് അങ്ങനെ ഇത് വെയിലിൻ്റെ അരികത്തോട്ടാണ് വളർന്ന് എല്ലാത്തിൻ്റെ മുകളിൽ മഞ്ഞുതുള്ളി ഇരിക്കണ്ട, മഞ്ഞുതുള്ളി വന്നേക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണ പുൽക്കൂടാണ്. അതായത് മരുഭൂമിയിലൊക്കെ ഇങ്ങനത്തെ വെളിച്ചം കയറുന്ന കൂടുകളായിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറഞ്ഞും കൂടി ഡിസൈൻ ചെയ്യാം കേട്ടാടാ. അതായത് നമ്മളിതിനകത്ത് കുറച്ച് വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നാട്ടണേക്ക് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പേപ്പറൊക്കെ ഇട്ട് വെച്ചിരുന്നു വഴികളായിട്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ഇട്ട് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചില്ലടാ, അതിൻ്റെയാണേ. വഴികളൊക്കെ മറന്നുപോയില്ലടാ, നമ്മളെ വഴികളൊക്കെ മറന്നുപോയില്ല. പുല്ല് വന്നായിരുന്നു. അടുത്ത വഴി ഏതായിരുന്നു? ഇതായിരുന്നു. നന്നായി വളർന്നിട്ടുണ്ട് പുല്ല്. ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. നമുക്ക് മാതാവിനെയൊക്കെ വെക്കണ്ടേ? മാതാവിനെയൊക്കെ വെക്കാം. ഞാനും പിന്നെ വഴികളൊക്കെ ഒന്ന് കറക്റ്റാക്കട്ടെ. ഇപ്പം ഇത്രയില്ലേ? ഓക്കെ, നമ്മുടെ വഴി നോക്കിയ നല്ല രസമായിട്ട് ഇതിനകത്ത് അതായത് നമ്മൾ ഫ്രണ്ട്സ് പറഞ്ഞ എങ്ങനെയാ രാജാക്കന്മാരൊക്കെ വരുമെന്നല്ലേ പറഞ്ഞേ? ഇത് കാണാനായിട്ടല്ലേ? അത് പ്രകാരം നമ്മൾ തലേ ദിവസം ക്രിസ്മസ് അപ്പൂപ്പൻ വരും. പിന്നെ ഉണ്ണിയേശി പറഞ്ഞത് കാണാനൊക്കെ ആയിട്ടേ കുറേ ആളുകൾ വരുമെന്ന്. അപ്പോൾ അവരുടെയൊക്കെ പ്രതിമ നമുക്ക് വെക്കാം കേട്ടോ. ഇതായില്ലടാ വഴികൾ. ഈ പുല്ല് കാണാൻ നല്ല രസം. അത് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഈ നമ്മ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളമായി പോയതാണെന്ന്. പിന്നെയാണ് അത് മഞ്ഞാണെന്ന് മനസ്സിലായത്. പക്ഷെ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്, മഴത്തുള്ളി പോലെ. കൈതടയ്ക്ക പുൽക്കൂട്ടിലേക്കുള്ള വഴിയില്ലടാ. ഇനി ആ മലകളിലേക്കുള്ളൊരു വഴി. ഒരു മല നമ്മൾ പണിത്, പക്ഷെ മലയായിട്ടെന്ന് തോന്നൂല അതാ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാം എല്ലാവരും. ചിലപ്പോ കാണില്ലായിരിക്കും. മണ്ണവിടെ കുറെ ഒരു മല ഉണ്ട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമുക്കൊന്നും കൂടി കാണിച്ചു കൊടുക്കാം എല്ലാവരും വീഡിയോ. കണ്ടോ, നല്ല പാടം പോലെ. അന്ന് പുൽക്കൂട്ടിലേക്ക് ചെല്ലും. നമ്മുടെ മലയൊക്കെ നല്ല പാടം പോലെ ഇരിക്കണ്ട അല്ലേ? മലയാണ്. ഇതൊക്കെ പുല്ലാണ്. നീ ഒന്ന് കൈ തൊട്ടിട്ട് ആ മഞ്ഞൊക്കെ ഒന്ന് ജസ്റ്റ് തൊട്ട് വയ്ക്കുന്നു. കൈ പൊടിച്ചു അറ്റപ്പര പൊടിച്ചോ. നല്ല മഞ്ഞ തുള്ളിയല്ലേ? കൈ നനഞ്ഞല്ലേ? ഇതിപ്പോൾ ഇന്ന് നട്ടാലും അങ്ങനെ ആവും. ഇനി നമുക്ക് ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഉണ്ണിയേശുവിൻ്റെയും കാര്യങ്ങളൊക്കെ വെക്കണം. അത് കുറച്ച് ആടും പശുവൊക്കെ ഇരിപ്പുണ്ട്, വേഗം എടുത്ത് വെക്കടോ. നമുക്ക് അത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരെടുത്തടാ.
ആടും പശുവുണ്ട്. എന്നേരം ഒട്ടകോ? ആ മരുഭൂമിയിലുണ്ടായിരുന്ന ജീവിയല്ലേ. ആടും പശുവും പിന്നെ വള്ളികളൊക്കെ കിട്ടുന്നുണ്ട്. അടുത്ത ആട്. അപ്പോൾ എടാ ശരിക്കുമല്ലടാ ഉണ്ണീശോനെ വെക്കേണ്ടത് ഡിസംബർ 24 രാത്രിയൊക്കെയാണ് കേട്ടാ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇതിലെനിക്ക് മാതാവിനെ, ആട്, പിന്നെ രാജാക്കന്മാർ വന്നത്, ആട്, പിതാവ്, ഉണ്ണിയേശു. നമുക്ക് കൃത്യമായിട്ട് അറിയണത് ഉണ്ണിയേശുവും മാതാവും പിതാവാണ്. ബാക്കിൽ മാലാഖ ഉണ്ട് കേട്ടോ. മാലാഖ ഉറങ്ങിയോ നല്ലത്, നമുക്കതിനെ കെട്ടാം കേട്ടാ. ഇത് കുഞ്ഞാടുകൾ, പിന്നെ പശു, അങ്ങനെ കുറേ ആട്ടിടയന്മാർ എല്ലാവരും വന്നുണ്ട്. ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കിയാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ഓർഗാനിക് പുൽക്കൂട്. നോക്കിയടാ മുകളിൽ നോക്കുമ്പോൾ മൂന്നാറിൻ്റെ ഷൂട്ടിങ് പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഓക്കെ നീയാ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് പിന്നെ വേറെ വീഡിയോ എടുക്കാം. അപ്പോൾ അതൊരു ഹാപ്പി ക്രിസ്മസ് എല്ലാവരും. ഹാപ്പി ക്രിസ്മസ്. മാറ ഒരു വീഡിയോ എടുത്തേക്കാം.